ഹലോ മൈ ഗൈസ്. അപ്പോഴേ എന്താ പറയാ, രാവിലെ തന്നെ നേരം വെളുത്തു കേട്ടോ. ഇന്നലെ ഭയങ്കര രസമായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ നേരം കിട്ടില്ല. കാരണം ഇന്നലത്തെ പണി പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇവിടുന്ന് നേരം വൈകിയാണ് പോയത്. അങ്ങനെ ഇന്നലെ 4 മണിയായപ്പോൾ 35 ബാക്കി. 35 പറഞ്ഞാൽ 35 ടച്ച് പോയിന്റും പിന്നെ 10-70 പീസ് സാധനം. വണ്ടി ഫുള്ള് സാധനം. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ വരുന്നു. ഒരാൾക്ക് 2, 3, 4 സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനെന്ത് ചെയ്ത് 4 മണിക്ക് ശേഷം കൊടുത്ത് തീർത്ത് ഏകദേശം ഒരു 33 പീസും 11 ടച്ച് പോയിന്റും ബാക്കിയെന്ന്. അത് പറയണത് ചില സമയത്ത് അങ്ങനെ വരും, ചില സമയത്ത് മൊത്തത്തിൽ കൊടുക്കും. മിനിയാന്ന് 3 ബാക്കി വന്നിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ ഒരു ഇറക്കം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചും വേറൊരു കമ്പനിയെ വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ഓൽക്കെന്ത് സുഖമാണ്, ഓലൊക്കെയാണ്. എല്ലാ കമ്പനിയും ഇങ്ങനെ തന്നെ, ഓരോ കമ്പനിയിലും ഓരോരോ ചൊറകളുണ്ട്. പിന്നെ പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങായി ഇങ്ങോട്ട് വന്നു, ഒരു ഹിന്ദിക്കാരൻ. ഞാൻ കണ്ടിട്ടില്ല ആളെ. ജിദ്ദയിൽ ഇങ്ങോട്ട് തട്ടിയതാ. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. അപ്പം ഇനി നേരെ പണിക്ക് ഇറങ്ങല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. പോയി നോക്കുക, അന്ന് എത്ര ഉണ്ടാവുമെന്ന് പഠിച്ചമ്പുരാനറിയാം. ഇന്നലത്തെ വാശി ഇന്ന് തീർക്കുമെന്നറിയില്ല. ഇവര് വാശി എല്ലാം തീർക്കണ്ടേ, ഈ മുതിരന്മാർ ഭയങ്കര വാശി തീർക്കണ്ടേ. നോക്കി കണ്ടോളി മക്കളെ, എൻ്റെ ഏരിയ കണ്ടോളി. കണ്ടോ, ഒരു മനുഷ്യനോ ആളോ ഒന്നുമില്ല. ഞാനും എൻ്റെ ആളും. ഇവിടെ എന്താ പറയുക, ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആട്ടിടയന്മാരെ കാണാം, ഒട്ടകങ്ങളെ കാണാം, ആടുകളെ കാണാം. മനുഷ്യന്മാരെ കുറവായിക്കാരം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ 3-4 കൺട്രി പോയി GCC. ഇവിടുത്തെ വണ്ടിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാലും ഓടും ടൈമല്. അങ്ങനത്തെ ഒക്കെ ഒരു കോലുള്ള വണ്ടി കേൾക്കലോ കുടിക്കലോ ഒന്നുമില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അങ്ങനെ. അതായത് കുടിയേറ്റക്കാരും അസ്ലി അറബി, എല്ലാ അറബികളും പൈസക്കാരല്ല കേട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞു. കൂടുതലും അറബികൾ പൈസക്കാരല്ല. ഒക്കെ അന്നത്തെ ജീവിതമാർഗമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാൻ നിൽക്കുന്ന ഏരിയകളൊക്കെ ഏകദേശം അങ്ങനെ തന്നെ. അപ്പൊ എല്ലാരും നമ്മൾ ഒരുപോലെ കാണരുത്. ഇത് മസറാണ്. ഇതില് വെണ്ടയാണ്, വെണ്ട കൃഷിയാണ്. പണിക്കാരൊക്കെ ബംഗാളികളാണോ? മരുന്നടിച്ച് വെണ്ട പറിക്കാണ്. മുരിങ്ങ, മാവ് ഒക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് ഞാൻ കുൻഫുദയിലേക്ക് എത്തി. സമയത്രായി ഞങ്ങള് 9 മണി. ഓക്കെ, എണ്ണ ഇല്ല, കഴിഞ്ഞാണ്. എണ്ണ അടിച്ചിരുന്നില്ല, എന്താ ചെയ്യാ. അപ്പോ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ഇനി നാളെ കാണാം.